ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു തരാനാണ് ശ്രുതി ടീച്ചർ വന്നിരിക്കുന്നത്. സോ മലയാളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാറ്റേണിൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയ സമയത്ത് മാറി മറിഞ്ഞ നിങ്ങളുടേതായ ഭാവന ഉപയോഗിച്ചിട്ട്, സർഗാത്മകത ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. രസമായിട്ട് തോന്നി കേട്ടോ. എന്ത് തന്നെയായാലും നല്ല രീതിയിലുള്ള ചോദ്യപേപ്പറുകളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിനനുസരിച്ച് ടീച്ചർ ഇന്നൊരു ചോദ്യം പറയാണ് കേട്ടോ. സാധാരണ നമുക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം, അത് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണ, കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് എന്ന് വിചാരിക്കാം. അനുഭവക്കുറിപ്പ്, അനുഭവം എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ. അനുഭവം എഴുതുക, അല്ലെങ്കിൽ അനുഭവക്കുറിപ്പ് തന്നെ പറയണമെന്നില്ല, നിങ്ങളുടെ അനുഭവം എഴുതുക. അപ്പോൾ ഞാനിവിടെ എടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അമ്മയ്ക്കൊപ്പം നിങ്ങൾക്കുണ്ടായിരുന്ന മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങളോടൊരു അനുഭവം എഴുതാൻ പറയാണ്, ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ പറയാണ്. ഞാൻ അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പക്ഷേ നിങ്ങളോട് മാറ്റി വേറെ എന്തെങ്കിലും എഴുതാൻ പറയും. അതായത് നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച്, നിങ്ങൾ കണ്ട മഴയെക്കുറിച്ച്, നിങ്ങൾ കണ്ട ഒരു വയൽക്കാഴ്ചയെക്കുറിച്ച്, അല്ലേ, നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച്, നിങ്ങൾ കണ്ട ഒരു കലാരൂപത്തെക്കുറിച്ച് അനുഭവക്കുറിപ്പ് എഴുതാൻ പറയൂ. അങ്ങനെ എന്ത് വന്നാലും അതിലൊരു ജെന്യൂനിറ്റി വേണം. ഇവിടെ ഞാൻ എഴുതുന്നത് അമ്മയ്ക്കൊപ്പം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. എൻ്റെ അമ്മയുടെ ഒപ്പം എനിക്കുണ്ടായ എൻ്റെ സ്വന്തം അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ അതിൽ ഒരു നിങ്ങളുടേതാണ് എന്ന് വായിക്കുമ്പോൾ തോന്നണം നമുക്ക്. അപ്പോൾ അമ്മയ്ക്കൊപ്പം എന്ന് പറയുന്ന അനുഭവക്കുറിപ്പ്. അതിനു മുമ്പായിട്ട് ഞാൻ പറയുകയാണേ, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലുള്ള അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് ഏത് ക്ലാസ്സിലായിരിക്കും? 6ലോ 7ലോ 8ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ സൈലത്തിൽ എല്ലാത്തിൻ്റെയും എജു ഫെസ്റ്റ് ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ പൃഥ്വിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ 2 തരം പ്ലാനുകളുണ്ട്, ഒന്ന് ബേസ് പ്ലാനും ഒന്ന് ഇൻഫിനിറ്റി പ്ലാനും. അപ്പോൾ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ബ്രദേഴ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും അല്ലേ. 6ാം ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ വജ്ര എന്നാണ് അതിൻ്റെ പേര്. 7ാം ക്ലാസ്സിലുള്ള ബാച്ചിൻ്റെ പേര് അവെഞ്ചേഴ്സ് എന്നാണ്. അപ്പോൾ എല്ലാ ബാച്ചിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സിലുള്ള യോദ്ധ ബാച്ചിലും ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എജു ഫെസ്റ്റ് ഓഫറിൽ 10% കൂടിയുള്ള ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഏത് ക്ലാസ് ആയിക്കോട്ടെ നമ്മളിവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ 4ാം ക്ലാസ്സിലുള്ള കൊച്ചനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാണ ബാച്ച് ഉണ്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അമ്മയ്ക്കൊപ്പം എന്ന് പറയുന്ന അനുഭവക്കുറിപ്പ് ഞാൻ എഴുതുകയാണേ. നോക്കൂ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഇടം അത് അമ്മയുള്ള ഇടമാണ്. കുട്ടിക്കാലത്ത് അവധി ദിവസങ്ങളിൽ അമ്മ വീട്ടിൽ കൂടാൻ പോകും. അമ്മ വീട്ടിൽ എന്ന് പറയുമ്പോൾ അമ്മയുടെ വീട്. അന്നൊക്കെ അമ്മയെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് തിരിച്ചു വരാറ് പതിവായിരുന്നു. അമ്മ വീട്ടിലില്ലാത്ത ദിവസം വീട് തന്നെ ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നും. അവിടെ അമ്മയില്ലെങ്കിൽ അവിടെ വീട് തന്നെ ഇല്ലാത്തതുപോലെ. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ വീട്ടിലില്ല. മംഗലാപുരത്തുള്ള മൂത്തമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലാണെന്നും അമ്മ കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ പുസ്തകക്കെട്ട് അവിടെ വെച്ച് കുറേ നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. അടുക്കളയിൽ പോയപ്പോൾ അമ്മയില്ലാത്ത അടുക്കള മൗനിയായതുപോലെ. മുളക് ചുട്ടരച്ച ചമ്മന്തിയും കുരുമുളകിട്ട് വറ്റിച്ച മത്തിയും പറമ്പായ പറമ്പ് മുഴുവൻ നടന്ന് പറിച്ചു കൊണ്ടുവന്നുണ്ടാക്കുന്ന ഇലക്കറിയും ഉപ്പേരിയും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന അമ്മ. കുളിച്ച് ചോറ് കഴിക്ക് പെണ്ണേന്ന് ഒരു 100 വട്ടമെങ്കിലും പറഞ്ഞാലേ യൂണിഫോം അഴിച്ച് ഒന്ന് കുളിക്കാൻ കയറുള്ളൂ. ആരും പറയാതെ അന്ന് കുളിച്ചു. അനിയനോട് തല്ലുകൂടാൻ ഒന്നും പോകാതെ അവനെയും കൂട്ടി ഭക്ഷണം കഴിച്ചു. സ്കൂളിലെ അന്നത്തെ വിശേഷമെല്ലാം അമ്മയോട് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നും ഭക്ഷണം കഴിക്കാറ്. അന്ന് കഴിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് വീട്ടിൽ ഫോണൊന്നുമില്ല. അടുത്ത വീട്ടിലെ സുഹൃത്തയുടെ വീട്ടിലേക്ക് അമ്മ വിളിച്ചു. രണ്ടാളും അടിയൊന്നും കൂടരുത്, ശാന്തമ്മേനോട് ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, വല്യമ്മയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അമ്മ ഫോൺ വെച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അമ്മ വീട്ടിലില്ലാത്ത ഒരു അനുഭവം, ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതാൻ പറഞ്ഞാൽ നിങ്ങളും ഇങ്ങനെ അനുഭവം എഴുതുക. ഇനിയിപ്പോൾ അത് മഴയെക്കുറിച്ച് നിങ്ങൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ മറ്റു വിഷയങ്ങൾ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള മറ്റ് വിഷയങ്ങൾ. സാധ്യത, നിങ്ങൾ കണ്ട മഴയനുഭവം,
നിങ്ങൾ കണ്ട മഴയ അനുഭവം അല്ലേ? നിങ്ങൾ കണ്ട മഴ അല്ലേ? നിങ്ങൾ കണ്ട ഉത്സവം അല്ലേ? നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഉത്സവത്തെക്കുറിച്ച് മനോഹരമായിരുന്നു അല്ലേ? ഉത്സവത്തിൽ ആന ഉണ്ടായിരുന്നത്, ഒന്നിച്ചു പോയത്, എന്തെങ്കിലും പറ്റിയ അമളികൾ അല്ലേ? നിങ്ങൾ കണ്ട ഉത്സവം അല്ലാതെ നിങ്ങൾ കണ്ട കലാരൂപം. ഇവിടെ നിങ്ങൾ കണ്ട എന്നാക്കട്ടെ. നിങ്ങൾ കണ്ട കലാരൂപം അല്ലേ? നിങ്ങൾ കണ്ട കലാരൂപം. അപ്പോൾ ഇങ്ങനെ കുറേ എക്സെട്ര കുറേ ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ കാണുക. ഞാൻ പറഞ്ഞതുപോലെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഏതാണ് നമ്പർ എന്ന് വെച്ചാൽ ഏത് ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാലും ഈ 9995400800 എന്ന് പറയുന്ന നമ്പറിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മെഗാ മാരത്തോണിലും മോർണിംഗ് ബൂസ്റ്ററിലും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ടീച്ചർ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മലയാളം പരീക്ഷ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.